ഈശോ കഫർന്നോമിൽ പ്രവേശിച്ചപ്പോൾ ഒരു സഹോദരൻ ഈശോയുടെ അടക്കോട് യാചിച്ചു, കർത്താവേ, എൻ്റെ കൃത്യന്തമോളം ദൈവത്തെ കണ്ണവേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവളോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ പോകുന്നു. അപ്പോൾ സഹോദരൻ പ്രവേശിച്ചു, കർത്താവെ, അങ്ങനെ വീട്ടിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അതൊരു വാക്ക് ഉദ്ദേശിച്ചാൽ മാത്രം മതി എൻ്റെ കൃത്യം സുഹൃത്തുക്കൾ. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എൻ്റെ കീഴിലും ഒരാളുകളുണ്ട്. ഒരിലൂടെ പോകുക എന്ന് പറയുമ്പോൾ പോകുന്നു, അവരിലൂടെ വരിക എന്ന് പറയുമ്പോൾ വരുന്നു. ഒരാളോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ ചെയ്യുന്നു. ഈശോ കേട്ട് ആശ്ചര്യപ്പെട്ട് അതിനെ അനുഗമിച്ചതിനോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരിടക്കും ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്കിൽ നിന്നും പടിഞ്ഞാറിൽ നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബോടും കൂടെ സ്വകാര്യത്തിൽ വിരുന്നിരിക്കും. രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പരിധിയും ഉണ്ടായിരിക്കും. യേശു സദാനോട് പറഞ്ഞു, പോയിക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ കൃത്യം ബാധിച്ചു.